ഈ 9 to 5 ജോബ് എന്നുള്ളത് ഒരു ലൂപ്പാണോ? അതിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ കുറെ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറയട്ടെ, 9 to 5 ജോബ് എന്നുള്ളത് ഒരിക്കലും ഒരു ലൂപ്പ് ഒന്നല്ല. അതിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് ഫ്യൂച്ചർ ഇല്ല, അങ്ങനൊന്നുമില്ല. ഈ 9 to 5 ജോബ് ചെയ്തിട്ട് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആളുകളുണ്ട്, കോടികൾ സാലറി വാങ്ങുന്ന ആളുകളുണ്ട്. അതേ സ്ഥാനത്ത് 5000 രൂപ വാങ്ങുന്ന ആളുണ്ട്, 2000 രൂപ സാലറി വാങ്ങുന്ന ആളുണ്ട്, 3000 രൂപ സാലറി വാങ്ങുന്ന ആളുണ്ട്. സോ ഈ ഒരു സമയത്ത് ഈ 9 to 5 ജോബ് എന്നുള്ളത് ഒരു ലൂപ്പാണെന്ന് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് തന്നെ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അതായത് ഇതൊരു ലൂപ്പാണ്, ഇത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ കുടുങ്ങിപ്പോയി, ഇനി എനിക്കൊരു ഭാവിയില്ല, ഇത് വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പം ആ ജോബ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന ജോബ് ഒരിക്കലും ഒരു നെഗറ്റീവ് ലൈനിലുള്ള ജോബോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും വളരാൻ പറ്റാത്ത ജോബോ ഒന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന ജോബിന് നിങ്ങൾക്ക് പ്രോപ്പറായ സാലറി കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി മാറുക. നിങ്ങൾ ഏത് കമ്പനിയാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയിൽ നിന്ന് മാറി അതിനേക്കാൾ കുറച്ചുകൂടെ സാലറി കിട്ടുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ബിസിനസ് എല്ലാവർക്കും നടക്കൂല. കുറെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, 9 to 5 ജോബ് ഒഴിവാക്കി ഒറ്റയടി നമുക്ക് ബിസിനസ് തുടങ്ങാന്ന്. ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അത് എല്ലാവർക്കും നടക്കില്ല. ഒന്നാമത്തെ കാര്യം, റിസ്ക് എടുക്കാൻ നല്ല ഗഡ്സ് വേണം, നല്ല പേഷ്യൻസ് വേണം. ഇതൊക്കെ ഉള്ള ഒരാൾക്ക് ബിസിനസ് റൺ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു പ്രഷർ വരുമ്പോൾ 9 to 5 ജോബ് സ്കിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പോയി ബിസിനസ് തുടങ്ങുക, ആ ഒരു പരിപാടിയിലേക്ക് നിൽക്കരുത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10 ഒരു 1-2 ആളുകളെ ബിസിനസ് നടത്തുന്നുള്ളൂ. പക്ഷെ ഇന്ന് 10 7 ആളുകളും ബിസിനസ് നടത്തുന്നുണ്ട്. പക്ഷേ തുടങ്ങാൻ പോകുന്ന കാര്യത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന ആ ഒരു ബിസിനസ്സിൽ വ്യക്തമായ ധാരണ വേണം. അതായത് ഒരുപാട് പ്ലാനിങ്ങോട് കൂടി എല്ലാം സെറ്റാക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്. നമ്മൾ എന്താ തുടങ്ങാൻ പോകുന്നത്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു ബേസിക് നോളജ് അയാൾക്ക് ഉണ്ടായിരിക്കണം. 9 to 5 ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്താൽ സാലറി കിട്ടും. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് മേ ബി ഒരു മാസം, അല്ലെങ്കിൽ ഒരു 2 മാസം 3 മാസം, മേ ബി ഒരു വർഷം 2 വർഷം 3 വർഷമൊക്കെ ചിലപ്പം ഒരു പ്രോഫിറ്റ് ഇല്ലാതെ പോയിക്കൊണ്ട് നിൽക്കും. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് പോലും നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിനനുസരിച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെയാണ് നമുക്ക് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നല്ല ക്ഷമയോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേ നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും അത് ഉയർത്തി കൊണ്ടുവരാനും പറ്റുകയുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താലും സ്മാർട്ട് വർക്ക് ചെയ്താലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ടൈമിൻ്റെ ഉള്ളിൽ ബിസിനസ് കയറി പോകണമെന്നില്ല, അതായത് ഗ്രോത്തിങ് സ്റ്റേജിലേക്ക് എത്തണമെന്നില്ല. അതിന് ക്ഷമ വേണം. നമ്മൾ കൊണ്ടുവരുന്ന ഐഡിയാസ് പബ്ലിക്കിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും യൂസ്ഫുൾ ആകണം. അതിൽ മാറ്റങ്ങൾ നമ്മൾ കണ്ടെത്തണം, കൊണ്ടുവരണം, ആളുകൾക്ക് ഹെൽപ്ഫുൾ ആകണം. അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക്, കസ്റ്റമർ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ വൃത്തിക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ബിസിനസ് ഗ്രോത്തിങ് സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ 9 to 5 ജോബിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റോള് മാത്രം മേ ബി ചെയ്താൽ മതിയാകും. പക്ഷെ ഒരു ബിസിനസ് ഓണർ ആകുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിലെ A to Z കാര്യങ്ങളിലും നമ്മുടെ റോൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ബിസിനസ് തുടങ്ങി 10 സ്റ്റാഫുകളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലക്ഷപ്രഭുക്കളോ അല്ലെങ്കിൽ കോടീശ്വരനൊന്നും ആവില്ല. അതിലെല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ടി വരും. ചില സമയങ്ങളിൽ ചില ആളുകളുടെ റോള് നമ്മൾ ചെയ്യേണ്ടിയും വരും. അതൊക്കെ പോകെ പോകെ നമ്മൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പഠിക്കും. സംഭവം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. അവനവൻക്ക് ചേരുന്നത് എന്താണെന്ന് സ്വയം മനസ്സിലാക്കി, മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, സ്വയം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവനവൻ്റെ ആ ഒരു കപ്പാസിറ്റി, അത് 9 to 5 ജോബിലേക്കാണോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യാനാണോ എന്നൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു കാര്യത്തിലേക്കും ഇറങ്ങി പുറപ്പെടാൻ. അതല്ലാതെ ബിസിനസ്സും മോശമല്ല, 9 to 5 ജോബും മോശമല്ല. സോ ആലോചിക്കുക, ഏതിലാണ് നിങ്ങളുടെ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അതൊരു ബിസിനസ്സിലാണോ അതൊരു 9 to 5 ജോബിലാണോ എന്ന് ആലോചിക്കുക.